തിരഞ്ഞെടുപ്പിൽ LDF-നേറ്റ കനത്ത പരാജയത്തിൽ പിണറായി വിജയനെയും MV ഗോവിന്ദനെയും CPM നേതൃത്വത്തിനെയും ഒരുപോലെ പ്രതിക്കൂട്ടിൽ നിർത്തിയിരിക്കുകയാണ് DYFI. മാത്രമല്ല DYFI ഇപ്പോൾ ഏറ്റവും കൂടുതൽ അസ്വസ്ഥരാണ്. അവരെ കഴിഞ്ഞ LDF സർക്കാരിൻ്റെ PR ഏജൻസികളാക്കിയെന്നും അവരെ ഒരു ചട്ടക്കൂടിൽ ഒതുക്കി നിർത്താൻ ശ്രമിക്കുന്നു എന്നുമാണ് ഇപ്പോൾ 10 വർഷത്തിന് ശേഷം DYFIയുടെ ഒരു ആരോപണം വരുന്നത്. അല്ല, DYFIയെ സംബന്ധിച്ച് അവർ ഇത്തരത്തിലുള്ള കമ്മിറ്റികൾ കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പിട്ട് CPM-ൽ തന്നെ ഉണ്ടായിരുന്ന വിമർശനങ്ങളായിരുന്നു ഇതല്ല. അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ, മുഖ്യമന്ത്രി മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വീട്ടിലേക്ക് ED റെയ്ഡ് നടത്തുന്നതിന് മുമ്പ് വരെ ഇവിടെ ഏറ്റവും കൂടുതൽ വിമർശിച്ചുകൊണ്ടിരുന്നത് പിണറായി വിജയനെയും MV ഗോവിന്ദനെയുമായിരുന്നു. ആരായിരുന്നു വിമർശിച്ചിരുന്നത്? CPM ആയിരുന്നു. CPM-ൻ്റെ അണികളായിരുന്നു വിമർശിച്ചിരുന്നത്. പിണറായി വിജയൻ്റെ ശൈലി ശരിയല്ല, MV ഗോവിന്ദൻ്റെ ശൈലി ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ വിമർശനങ്ങൾ ഓരോ ജില്ലാ കമ്മിറ്റിയിലും ഉന്നയിച്ചിരുന്നത് ഇവിടുത്തെ അണികളായിരുന്നു, CPM-ൻ്റെ പ്രാദേശിക നേതാക്കന്മാരായിരുന്നു. ഇന്ന് അവരെല്ലാം വായടച്ച് മിണ്ടാതിരിക്കുന്നു. എന്തുകൊണ്ടാണ്? പിണറായി വിജയൻ വന്നെങ്കിൽ മാത്രമേ, പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായി വന്നെങ്കിൽ മാത്രമേ ഈ പാർട്ടിയെ സംരക്ഷിക്കാൻ കഴിയൂ, ഈ പാർട്ടിയെ രക്ഷിക്കാൻ കഴിയൂ എന്നുള്ള ബോധ്യത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ആ ബോധ്യമാണ് ഇന്നിവരുടെ എല്ലാം വായടപ്പിച്ചിരിക്കുന്നത്. ഇന്ന് പിണറായി വിജയനെ പറ്റി ഒരക്ഷരം മിണ്ടാൻ കഴിയുമോ ഈ നേതാക്കന്മാർക്ക്? വാടച്ച് മിണ്ടാതിരിക്കാൻ പറ്റുന്നൊരു സാഹചര്യമാണ്. അതേ സംബന്ധിച്ച് DYFI ഇന്ന് ഏറ്റവും കൂടുതൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആക്ഷേപം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ 10 വർഷക്കാലം നിങ്ങൾ എവിടെയായിരുന്നു എന്നാണ്. ഇവിടെ ജനകീയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ നിങ്ങൾ എവിടെയായിരുന്നു? ഇവിടെ PSC ഉദ്യോഗാർത്ഥികൾ മുട്ടിലഴഞ്ഞ് നടന്ന സമയത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടത്തിയ സാഹചര്യത്തിൽ പുല്ല് നിന്ന് വരെ പ്രതിഷേധിച്ചപ്പോൾ എവിടെയായിരുന്നു DYFI? എവിടെയായിരുന്നു SFI? ഇന്ന് സമരങ്ങളുമായിട്ട് DYFIയും SFIയും ഒക്കെ തെരുവിൽ കള്ളം നിറയുകയാണ്. പനിനീര് കൊണ്ട് അഭിഷേകം ചെയ്യുകയാണ് ഇവരെയെല്ലാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കാണിക്കുന്ന സമര കോലാഹലങ്ങൾ എന്തിനാണ്? ഇതെല്ലാം ഇവരുടെ നേർക്ക് തന്നെ തിരിച്ചടിക്കുമ്പോഴുണ്ടാകുന്ന ബോധോദയം മാത്രമാണ്. ഇന്ന് DYFIയും SFIയും സമരം ചെയ്യുന്നത് എന്തിൻ്റെ പേരിലാണ്? ഒന്ന് PM ശ്രീ പദ്ധതിയുടെ പേരിലാണ്. എന്തായിരുന്നു PM ശ്രീ പദ്ധതി? പിണറായി വിജയൻ ഒപ്പുവെച്ചൊരു പദ്ധതിയായിരുന്നു. അന്ന് സമരവുമായിട്ട് ഇറങ്ങാൻ, അല്ലെങ്കിൽ ആ പാർട്ടിയെ ഒന്ന് വിമർശിക്കാൻ, പിണറായി വിജയന്റെ ആ ചെയ്തി ഒന്ന് വിമർശിക്കാൻ എവിടെയായിരുന്നു DYFI? ആ DYFIയും ആ SFIയും ഇപ്പോൾ വന്നിരിക്കുകയാണ് VD സതീശൻ ഇതിൽ നിന്നും പിന്മാറണമെന്ന് പറഞ്ഞുകൊണ്ട്. ഇപ്പം മാരത്തോൺ സമരമാണ് SFIയും DYFIയും 2 വർഷത്തുകൂടി ഈ മാരത്തോൺ സമരം നടത്തുന്ന എല്ലാ നേതാക്കന്മാർക്കും അറിയാം അതങ്ങനെ കഴിയില്ല. എന്തുകൊണ്ടാണ്? ഇത് കേരളവും കേന്ദ്രവും തമ്മിലുള്ള ഒരു ധാരണാപത്രം ഒപ്പുവയ്ക്കലാണ്. അതിൽ നിന്നും ഒരാൾക്ക് മാത്രം എങ്ങനെയാണ് അതിൽ നിന്നും ഒളിച്ചോടാൻ കഴിയുന്നത്? ഈ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാന സർക്കാരിന് അതുമായി മുന്നോട്ട് പോയേ കഴിയുകയുള്ളൂ. അല്ലാതെ ഞങ്ങൾക്ക് ഇനി അതിൽ നിന്നും പിന്മാറാൻ കഴിയും എന്നൊരു ചിന്ത കഴിയില്ല. കാരണം കേന്ദ്രവും കൂടി ഇനി വിചാരിക്കണം, എന്നാൽ നിങ്ങൾ ഇതിൽ നിന്നും പിന്മാറും എന്ന് കേന്ദ്രവും കൂടി വിചാരിക്കണം. ഇത് കേന്ദ്ര നയമാണ്, കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമാണ്. ഇവിടെ VD സതീശൻ എന്താണ് പറയുന്നത്? ഞങ്ങൾ അതിനകത്ത് ചില കാര്യങ്ങൾ കേന്ദ്രത്തോട് പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാം. എന്താണ്? വിദ്യാഭ്യാസം ഏത് സ്കൂളിൽ ഇത് നടപ്പാക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും, സർക്കാർ തീരുമാനിക്കും. കരിക്കുലത്തിന്റെ കാര്യത്തിലും സർക്കാർ തന്നെ കരിക്കുലം വികസിപ്പിക്കുന്ന കാര്യത്തിൽ അതും സർക്കാർ തന്നെ കൃത്യമായിട്ട് ചെയ്യും. ഇതിലൊന്നും കേന്ദ്രം ഇടപെടാൻ പാടില്ല. അപ്പോൾ അങ്ങനെയുള്ള ധാരണയുടെ പുറത്ത് മുന്നോട്ട് പോകാമെങ്കിൽ മുന്നോട്ട് പോകാം എന്നുള്ള രീതിയിലാണ് VD സതീശൻ നിയമസഭയിൽ എന്ന് ചോദിക്കുന്നുണ്ട്. ഇതിനെതിരെ ഒരു കത്തെങ്കിലും ഞങ്ങൾ ഇതിൽ നിന്നും പിന്മാറുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയന് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? വെളിയിൽ വന്ന് ഇവരെല്ലാം പറയും. നിയമസഭയിൽ എന്താണ് പറയാൻ കഴിയാത്തത്? രേഖകളാണ്, നിയമസഭാ രേഖകളാണ്. ഉത്തരം മുട്ടും. കൃത്യമായിട്ടുള്ള ഉത്തരം കൊടുത്തിട്ടില്ലെങ്കിൽ, അവ്യക്തത ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. കാരണം ഇതെല്ലാം കൃത്യമായിട്ടുള്ള രേഖകളുടെ അടിസ്ഥാനത്തിലാണ് നിയമസഭയിൽ പോകുന്നത്. നിയമസഭയിൽ ആരെയും പറ്റിക്കാനോ വഞ്ചിക്കാനോ കള്ളം പറയാനോ കഴിയില്ല. കാരണം രേഖകളാണ്, എല്ലാം നിയമസഭാ രേഖകളിലാണ് ഇതെല്ലാം വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആകെ വിഷമത്തിലാണ് CPM മുന്നോട്ട് പോകുന്നത്. DYFIയെ സംബന്ധിച്ച് സമരം നടത്താൻ കഴിയാത്ത സാഹചര്യമാണ്. കാരണം കഴിഞ്ഞ 10 കൊല്ലം നിങ്ങൾ എവിടെയാണ് എന്നുള്ള ചോദ്യങ്ങൾ കേട്ട് ഇവർ മടുത്തു. ഇന്ന് അടികൊള്ളാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഘടനയായിട്ട് മാത്രം
ഡിവൈഎഫ്ഐ മാറിയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഡിവൈഎഫ്ഐയുടെ ആദ്യ സമരം നടന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു ചികിത്സാ പിഴവ് എന്ന ആരോപണത്തെ സംബന്ധിച്ചായിരുന്നു. അതൊരു രോഗിയുടെ കാലിൽ ഇൻഫെക്ഷനായി ആ ഒരു ഇഷ്യൂ. അതിൽ ഒരു ഹോസ്പിറ്റലും അല്ലെങ്കിൽ ആ ഒരു നാടും നഗരവും ഇളക്കിക്കൊണ്ട് ഞങ്ങളിതാ തിരിച്ചു വന്നിരിക്കുന്നു എന്നുള്ളൊരു പ്രഖ്യാപനത്തോടെ, അതായത് കേരളത്തിൽ അധികാരമേറ്റ് ഒരു മാസം തികയുന്നതിന് മുമ്പ് ആരോഗ്യവകുപ്പിനെതിരെ മുദ്രാവാക്യം വിളിച്ചൊരു ഡിവൈഎഫ്ഐ നമ്മൾ, അല്ലെങ്കിൽ ആ ഡിവൈഎഫ്ഐയുടെ ആദ്യ സമരമാണ് നമ്മൾ ആ ഒരു കഴിഞ്ഞ അതിലും വിഷയമുണ്ട്. ഏറ്റവും കൂടുതലും ഇവരെ നാണക്കേടിന്റെ പടുകുഴിയിലേക്ക് കൊണ്ടിട്ട കുറേ സംഭവങ്ങളുണ്ട്. ഡിവൈഎഫ്ഐക്ക് തല പൊങ്ങാൻ കഴിയാത്ത രീതിയിൽ തലയിൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാണ് അടിക്കുന്നത്? ഇവിടുത്തെ സാധാരണ ജനങ്ങളാണ്. നീയൊക്കെ 10 കൊല്ലം എവിടെ ആയിരുന്നടേ? ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് പണ്ട് ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഇടപെടാൻ വന്നിരുന്ന പാർട്ടിയല്ലേ നിങ്ങൾ? ഇന്നലെ നിങ്ങൾ എവിടെയായിരുന്നു എന്നുള്ള ചോദ്യത്തിന് മുന്നിൽ അടിപതറുന്ന നേതാക്കന്മാരാണ് സോറി, ഞങ്ങൾക്ക് അധികാരമുള്ളപ്പോൾ പ്രതികരിക്കാൻ പറ്റില്ല. അധികാരമില്ലാത്തപ്പോൾ ഞങ്ങൾ 24/7 പ്രവർത്തന സജ്ജരായിരിക്കും. അതാണ് അല്ല, പാലക്കാട് കൃത്യമായിട്ട് അവർ പറയുന്നുണ്ടല്ലോ, കഴിഞ്ഞ 10 കൊല്ലക്കാലമായിട്ട് ഡിവൈഎഫ്ഐയെ CPMന്റെ അല്ലെങ്കിൽ പിണറായി വിജയന്റെ PR ഏജൻസി മാത്രമായിട്ടാണ് കണ്ടിട്ടുള്ളത്. പിണറായി വിജയന് ജയ് വിളിക്കാനും മുദ്രാവാക്യം വിളിക്കാനും പിണറായി വിജയൻ പറയുന്നിടത്ത് ഓച്ചാനിച്ച് നിൽക്കാനും മാത്രം കഴിയുന്ന സംഘടനയായിട്ട് ഡിവൈഎഫ്ഐ കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് മാറി. അത് മാത്രമല്ലല്ലോ, ഈ നവകേരള സദസ്സിൽ പിണറായി വിജയന്റെ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർ ഇറങ്ങി ലാത്തി കൊണ്ട് അടിച്ചപ്പോൾ മറുവശത്ത് ചെടിച്ചട്ടി ഹെൽമറ്റ് വെച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തലക്കടിച്ചത് എന്ന് നിയമസഭയിൽ പറഞ്ഞത് ആരാണ്? അല്ലെങ്കിൽ പ്രസംഗങ്ങളിലൂടെ പറഞ്ഞാണ് അന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനാണ് പറഞ്ഞത്. ഞങ്ങൾ രക്ഷാപ്രവർത്തനം നടത്തിയതാണെന്ന്. കേരളത്തിൽ സമരവുമായിട്ട് ഇറങ്ങിയിരുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയായിരുന്നു, അല്ലെങ്കിൽ യുവജന സംഘടനയായിരുന്നു KSUം യൂത്ത് കോൺഗ്രസും. അന്ന് അവരെ അടിച്ചതിന്റെ അല്ലെങ്കിൽ അന്ന് അവർക്ക് നേരിടേണ്ടി വന്നിരുന്ന സംഘർഷങ്ങളുടെ എണ്ണം എത്രയായിരുന്നു? അന്ന് പോലീസിന്റെ ജോലി ചെയ്തിരുന്നത് ഡിവൈഎഫ്ഐ ആയിരുന്നു. സമരവുമായി ഏതെങ്കിലും ഒരാൾ വന്നു കഴിഞ്ഞാൽ തെരുവിൽ തല്ലും എന്ന് പറഞ്ഞത് ആരായിരുന്നു? അന്ന് നമ്മൾ കണ്ടതാണ്. അവസാനമായിട്ട് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങിയ ആരോഗ്യമന്ത്രി, അന്നത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ ഒരു കരിങ്കൊടി പ്രതിഷേധവുമായിട്ട് കുറച്ച് KSU പ്രവർത്തകർ പോയപ്പോൾ ആ KSU പ്രവർത്തകരുടെ ഫോട്ടോ എല്ലാ മാധ്യമങ്ങളിലും പടച്ചു വിട്ടിട്ട് ഇവനെയൊക്കെ ഞങ്ങൾ കൈകാര്യം ചെയ്ത് കളയും, ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ഒന്ന് കഴിഞ്ഞോട്ടെ, ഞങ്ങൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് വലിയ രീതിയിൽ ഇവരെ ഏറ്റവും കൂടുതലും ആക്രമിച്ചതാരാണ്? സാമൂഹ്യ മാധ്യമങ്ങളുടെ കൊലപ്പെടുത്തും കൈകാര്യം ചെയ്തു കളയുമെന്ന്. അത് മാത്രമല്ല, അന്ന് കേരളത്തിലൊട്ടാകെ കലാപം അഴിച്ചുവിടാനും ഏറ്റവും കൂടുതൽ മുന്നിൽ നിന്നത് ഈ ഒരു യുവജന സംഘടനകൾ തന്നെയായിരുന്നു. മറ്റൊരു കാര്യം, ഇത് ഈ ഒരു കാര്യത്തിലൂടെ തിരിച്ചു വരികയാണ്. അതായത് ഡിവൈഎഫ്ഐയിൽ നിന്നും അല്ലെങ്കിൽ CPMലേക്ക് എത്തിയ ഒരുപാട് നല്ല യുവാക്കളുണ്ടായിരുന്നു. എന്തുകൊണ്ട് അവർക്ക് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ യുവാക്കൾക്ക് പ്രാതിനിധ്യം നൽകാതെ മുമ്പ് തന്നെയുള്ള അല്ലെങ്കിൽ CPMലെ മുതിർന്ന നേതാക്കളെ എന്തുകൊണ്ട് മത്സരിപ്പിക്കാൻ ഈ ഒരു CPM അല്ലെങ്കിൽ LDF നേതൃത്വം മുന്നിട്ടിറങ്ങി, അല്ലെങ്കിൽ എന്തുകൊണ്ട് തീരുമാനിക്കപ്പെട്ടു? അല്ല, ഇതിനകത്ത് മറ്റൊരു കാര്യമുണ്ട്. ഇപ്പോൾ പാലക്കാട് ഡിവൈഎഫ്ഐ ഉന്നയിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് യുവാക്കൾക്ക് CPMൽ പ്രാതിനിധ്യം കുറഞ്ഞു പോയത്? VK സനോജിന് കണ്ണൂരിൽ എന്തുകൊണ്ട് ഭൂരിപക്ഷം കുറഞ്ഞുപോയി? വലിയ ചോദ്യങ്ങളുമായിട്ടാണ് പാലക്കാട് ഡിവൈഎഫ്ഐ വരുന്നത്. മട്ടന്നൂരിൽ 2021 ഏറ്റവും ടോപ്പ് ഭൂരിപക്ഷം ഏകദേശം 60,000 തോന്നുന്നു. 40,000 മുകളിൽ. അതെ, 60,000 മുകളിൽ വോട്ട് KK ശൈലജ 2021 നേടിയിരുന്നു. പക്ഷേ 2026 ഈ ഒരു തിരഞ്ഞെടുപ്പിൽ VK സനോജിന് 14,000 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രം. അല്ല, അതിൽ നിന്ന് തന്നെ മനസ്സിലാകും. അല്ല, ഒന്ന് ആലോചിച്ചു, പാലക്കാട് ഡിവൈഎഫ്ഐക്ക് ബോധോദയം വരുന്നുണ്ടെങ്കിൽ നല്ലൊരു കാര്യം തന്നെയാണ്. തിരുത്താൻ തയ്യാറാകുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. കേരളത്തിലെ മുഴുവൻ ഡിവൈഎഫ്ഐയും തിരുത്തേണ്ടതുണ്ട്. സമരം ചെയ്യുകയാണെങ്കിൽ എന്തിനാണ് എന്നുള്ള ഉത്തമ ബോധ്യം ഇത് ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. ഈ ഇന്ന പ്രശ്നങ്ങളുണ്ട്, അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സമരം നടത്തുന്നത്. കാരണം സമരങ്ങളെ ജനങ്ങൾ വെറുത്തു തുടങ്ങിയ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. കാരണം കഴിഞ്ഞ 10 കൊല്ലക്കാലമായിട്ട് സമരങ്ങൾ വളരെ വിരളമായിട്ട് ഹർത്താലുകൾ നടത്തിയിട്ടില്ല. ഹർത്താലുകൾ ഞങ്ങൾ നടത്തില്ല, സമരങ്ങൾ ഞങ്ങൾ നടത്തും. വ്യത്യസ്ത രീതിയിലായിരിക്കുമെന്ന് പറഞ്ഞ് സമരങ്ങൾ നടത്തിയൊരു പാർട്ടിയായിരുന്നു UDF എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ചുവട് പിടിച്ച് വേണം LDFനാണെങ്കിലും CPMനാണെങ്കിലും മുന്നോട്ട് പോകാൻ.
കാരണം അല്ലെങ്കിൽ വലിയൊരു നാണക്കേടായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. കാരണം സമരങ്ങളെ ജനങ്ങൾ വെറുത്തു തുടങ്ങിയ കാലഘട്ടമാണ്. ജനങ്ങൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്ന ആളുകളോട് ചോദിക്കും, നിങ്ങൾ എന്തിനാണ് പ്രതിഷേധിക്കുന്നത്? ജനങ്ങളുടെ ആവശ്യത്തിനാണോ അതോ നിങ്ങൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണോ എന്ന് ചോദിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ്. ഈ കാലഘട്ടത്തിൽ പാലക്കാട് ഡിവൈഎഫ്ഐക്ക് ബോധോദയം വരുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യം തന്നെയാണ്. തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തി മുന്നോട്ട് പോവുക. കാരണം സാധാരണപ്പെട്ട മനുഷ്യന്റെ പ്രശ്നങ്ങൾക്കൊപ്പം വേണം ഏത് സംഘടനയാണെങ്കിലും നിൽക്കാൻ. കാരണം രാഷ്ട്രത്തിന്റെ പുനർപ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണല്ലോ ഈ സംഘടനകളെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്. പ്രത്യേകിച്ചും രാഷ്ട്രം നിലനിൽക്കണമെങ്കിൽ, സംസ്ഥാനം നിലനിൽക്കണമെങ്കിൽ നല്ലൊരു യുവതലമുറ ഉണ്ടാകണം. പ്രതിഷേധിക്കാൻ, ഒരു പ്രശ്നം വരുമ്പോൾ കൂടെ നിർത്താൻ, ചേർത്ത് നിർത്താൻ നല്ല സംഘടനകളുടെ ആവശ്യകത ഇന്നും കേരളത്തിനുണ്ട്.